എറണാകുളം കോതമംഗലത്ത് കൊല്ലപ്പെട്ട അൻസിലുമായി പെൺ സുഹൃത്തിന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായി അൻസിലിന്റെ ബന്ധുക്കൾ. യുവതിയാണ് വിഷം നൽകിയ വിവരം അൻസിലിന്റെ മാതാവിനെ വിളിച്ചു പറഞ്ഞത്. മുൻപും ഇരുവരും തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നുവെന്നും അൻസിലിന്റെ ബന്ധുക്കൾ പറഞ്ഞു. അൻസിലിന്റെ ശരീരത്തിൽ നിന്ന് 300 ml വിഷം കണ്ടെത്തിയിട്ടുണ്ട്. മാലിപ്പാറ സ്വദേശിയായ യുവതിയെ കസ്റ്റഡിയിലെടുത്തു. ഇത് ഒരുപാട് അളവ് കൂടുതൽ അവൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പെണ്ണ് പുറത്തുനിന്ന് തന്നെയാണ് പറഞ്ഞത്. ഇവർക്ക് എന്തെങ്കിലും സൗഹൃദം സാമ്പത്തികമായിട്ട് ചെറിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതിനു മുമ്പ് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ പെൺകുട്ടീന് ഇതിനു മുമ്പായിട്ട് ആ വീട്ടിൽ പോയിട്ട് ചെറിയ മർദ്ദനമൊക്കെ ആ പെണ്ണായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ചെറിയ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് തീർത്തതൊക്കെയായിരുന്നു അത്. അപ്പോൾ ഈ ഉമ്മാനെ വിളിച്ചിട്ട് ഈ പെൺകൊച്ച് പറഞ്ഞിട്ടുണ്ട്, നിന്നെ മോനെ വിഷം കൊടുത്ത് കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നാണോ പറഞ്ഞത്? അതറിയില്ല, ഇതിലറിയില്ല എങ്ങനെയാന്നുള്ളത് നമുക്ക് അറിയില്ലത് സംഭവം. എന്താ വെച്ചാൽ ഇത് സാർമാരെ ഇവൻ വിളിച്ചാണ് പോലീസുകാരെ അറിയണത്. ഇവള് ഞങ്ങളുടെ വീട്ടിലേക്ക് അവർക്കുടെ വീട്ടിലേക്ക് മോനെയും ഉമ്മാനെയും വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇങ്ങനെ വിഷം കടത്തി ഇവിടെ കിടപ്പുണ്ട്, എടുത്തോണ്ട് പൊക്കോട്ടോ എന്ന് പറഞ്ഞു. ആ പെണ്ണ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇല്ല, ഞങ്ങൾ അറിഞ്ഞത് എങ്ങനെയാ വെച്ചാൽ അവനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ ആദ്യം വിചാരിച്ചു ഇവള് ചുമ്മാ പറയണമെന്ന് വിചാരിച്ചു. പിന്നീടായപ്പോൾ ഇവള് വീട്ടിലേക്ക് കൂടി വിളിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതായി. അപ്പം നേരെ ഇവൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നേരെ ഹോസ്പിറ്റലിലേക്ക് ഇവൻ പോലീസുകാരനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര്? ഈ അൻസിൽ എന്ന് പറയണ. അപ്പോൾ ഇവൻ നേരെ കോതമംഗലത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അപ്പോഴത്തേക്ക് അനിയനെ കെട്ടി പേര് ഇന്നലെയാണ് ഞങ്ങൾ ഇദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് അറിഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ കുറച്ചൊക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തു. ആ കളക്ട് ചെയ്തതിൽ ഏതോ ചേലാട്ടിലൊരു വീട്ടിൽ നിന്നും എന്തൊക്കെയോ കഴിച്ചിട്ട് ആ ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ ഫോൺ ചെയ്തു. ആദ്യം പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ബ്രദറും വേറെ ആരും കൊണ്ട് ആംബുലൻസുമായിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് പോലീസ് ചെല്ലണത്. പോലീസ് ചെന്ന് ഹോസ്പിറ്റലാക്കുന്നത് 4:30 മണിക്കാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെല്ലണവർ വെളുപ്പിന് 4 മണി. അപ്പോൾ വെളുപ്പിന് 4 മണിക്ക് പോയപ്പോൾ അവരപ്പോൾ തന്നെ പറഞ്ഞു ഇവിടെ കുറച്ച് ഡേഞ്ചറസ് കേസാണ്, ഇവിടെ എടുക്കില്ല എന്ന് പറഞ്ഞു. നേരെ രാജഗിരിക്ക് പോയി. അപ്പോൾ രാജഗിരി ചെന്നതിന് ശേഷം ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് എന്തോ ഈ പൊല്ലിനടിക്കുന്ന എന്തോ വിഷമാണ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് വലിയ റെമഡിയൊന്നും അതിന് മറുമരുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി ഡേഞ്ചറസ് സ്റ്റേജിലായിരിക്കാനും സാധ്യത. ഏതായാലും ഒരു 72 മണിക്കൂർ കഴിഞ്ഞാൽ പറയാൻ പറ്റൂ. അതുവരെയുള്ള ഡയാലിസിസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നോക്കട്ടെ എന്നുള്ളതിനെക്കുറിച്ച് അറിയുന്നത്. വിവരങ്ങളുമായി നിതിൻ സേവറും ഒപ്പം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് മുഹമ്മദ് ആഷിഖും ചേരുകയാണ്. നിതിൻ സേവറിലേക്ക്. നിതിൻ, അൻസിലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നിർണായക വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്? ബന്ധുക്കൾ ആരോപിക്കുന്നത് എന്താണ്? ദിവ്യ, നിലവിൽ ഈ യുവതിയെ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. യുവതിയെ നേരത്തെ ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തൊരു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. ഈ പെൺകുട്ടി നേരത്തെ ഒരു പീഡന കേസിലെ അതിജീവിതയാണ് എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. എഫ്ഐആറിൽ നിന്നും ഇവരുടെ പേര് എഫ്ഐആറിലും രേഖപ്പെടുത്തിയിട്ടില്ല. നിലവിൽ ഈ പെൺകുട്ടി പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഈ പെൺകുട്ടി പോലീസിനോട് കുറ്റസമ്മതം നടത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. താൻ വിഷം നൽകി കൊലപ്പെടുത്തിയെന്ന് ഈ പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയ പരിശോധനയിൽ വിഷം അടങ്ങിയ ചില കുപ്പികളും കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ പോലീസിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ കീടനാശിനി, ഈ പുല്ലിനും മറ്റും അടിക്കുന്ന ഒരു തരത്തിലുള്ള കീടനാശിനി സമീപത്തുള്ള ഒരു കടയിൽ നിന്നും ഇവർ വാങ്ങിയതാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പെൺകുട്ടിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷമാകും ഇവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുക. നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. ഈ പെൺകുട്ടി നേരത്തെയും അൻസിലിനെതിരെ ചില പരാതികൾ, അതായത് ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നു. നേരത്തെ നിതിൻ, അൻസിലിന്റെ ഉള്ളിൽ വിഷം ചെന്നിട്ടുണ്ട് എന്ന് തന്നെയാണോ ഡോക്ടർമാരും പറയുന്നത്? പ്രാഥമിക പരിശോധനയിൽ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അൻസിലിനെ ആദ്യം എത്തിച്ചത്. ഈ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് അനിയനോട് ഇത്തരത്തിൽ തനിക്ക് വിഷം നൽകിയെന്നൊരു കാര്യം അൻസിൽ പറയുന്നത്. പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഇന്നലെ രാത്രിയോട് ഈ മരണം സംഭവിക്കുന്നത്. സ്വകാര്യ ആശുപത്രിയിലെ പരിശോധനയിൽ വിഷം ഉള്ളിൽ ചെന്ന് തന്നെയാണ് മരിച്ചിരിക്കുന്നത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പോലീസ് പോസ്റ്റ്മോർട്ടം
നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഏതായാലും വിഷമുള്ളിൽ ചെന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക പരിശോധനയിൽ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനെ തുടർന്നായിരുന്നു ഇന്നലെ തന്നെ ഈ യുവതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷമായിരിക്കും. നിലവിൽ വധശ്രമമാണ് ഈ പെൺകുട്ടിക്കെതിരെ എഫ്ഐആർ ഇട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അൻസലിന്റെ ബന്ധു നൽകിയ പരാതിയിൽ നിലവിൽ വധശ്രമമാണ് ചുമത്തിയിട്ടുള്ളത്. ഈ കൊലപാതകമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ കൊലക്കുറ്റം കൂടി ചുമത്തി അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്താനാണ് നിലവിൽ തീരുമാനം. പോസ്റ്റ്മോർട്ടം ആരംഭിച്ചോ അവിടെ? കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ മൃതദേഹം ഒരു അരമണിക്കൂർ മുൻപാണ് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. അൻസിലിന്റെ ബന്ധുക്കളും അടക്കം ഈ മൃതദേഹത്തോടൊപ്പം ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. ഇവർ തമ്മിൽ ഈ ബന്ധുക്കൾ പറയുന്നതനുസരിച്ച് ഇവർ വളരെ കാലങ്ങളായി ഇവർ തമ്മിൽ സുഹൃത്തുക്കളാണ്. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ട്. ഒപ്പം തന്നെ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഈ പെൺകുട്ടി വിളിച്ചു വരുത്തി എന്നാണ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയാണെന്നാണ് അറിയുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചു വരുന്നത്. വിവരങ്ങളാണ് നിധിൻ സേവർ നൽകിയത്. കോതമംഗലത്ത് നിന്ന് മുഹമ്മദ് ആഷിഖ് കൂടി വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ആഷിഖ്, നേരത്തെ തന്നെ ഈ പെൺകുട്ടിയും അൻസലുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ബന്ധുക്കൾ ഇവരുമായി നേരത്തെ തർക്കമുണ്ടായിരുന്നു എന്നൊക്കെയാണോ ഇപ്പോൾ മൊഴി നൽകുന്നത്? തീർച്ചയായും ദിവ്യ, അക്കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബന്ധുക്കൾ എത്തിയിട്ടില്ല. ഞങ്ങൾ അനസിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു. അവിടെ ഒരു മരണവീടിന്റെ സാഹചര്യമാണുള്ളത്. ബന്ധുക്കൾ പ്രതികരിക്കാവുന്ന സാഹചര്യത്തിലല്ല ഉള്ളത്. അതേസമയം ഇവിടുത്തെ ജനപ്രതിനിധികളടക്കം ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകുന്നുണ്ട്. ഇന്നലെ രാത്രി ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് അനസ് വിഷം കഴിച്ചു എന്ന വിവരം പോലീസിനെ വിവരം അറിയിക്കുന്നത്. കോതമംഗലം മാലിപ്പാറയുള്ള യുവതിയുടെ വീട്ടിൽ വെച്ച് രാവിലെ ഏതാണ്ട് പുലർച്ചെ 2 മണിയോടുകൂടി വിഷം ഉള്ളിൽ ചെന്നു എന്ന വിവരം അനസ് തന്നെയാണ് പോലീസിനെ വിളിച്ചറിയിക്കുന്നത്. തുടർന്ന് പോലീസ് ആംബുലൻസുമായി എത്തി അനസിനെ ആശുപത്രിയിലേക്ക്, കോതമംഗലത്തെ ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടുത്തെ ചികിത്സ ഫലപ്രദമല്ലെന്ന് കണ്ടതിനെ തുടർന്നാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അനസിനെ കൊണ്ടുപോകുന്നത്. അവിടെ ഏതാണ്ട് നിരീക്ഷണത്തിൽ വെക്കുകയും പിന്നീട് ഇന്നലെ രാത്രിയോടുകൂടി അനസിന്റെ മരണം സംഭവിക്കുകയും ആയിരുന്നു എന്നാണ് പറയുന്നത്. അനസിനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരുടെ പ്രതികരണം വളരെ സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇടപെടുകയും ഇവിടുത്തെ ഈ ലോറി JCB അടക്കമുള്ള കാര്യങ്ങളുടെ ഓപ്പറേറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരാളാണ് അനസ്. വിവാഹിതരാണ്, 2 മക്കൾ അനസിനുണ്ട് എന്നടക്കമുള്ള വിവരങ്ങളാണ് നിലവിൽ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നിലവിൽ ഈ പോലീസ് ഈ യുവതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ചോദ്യം ചെയ്തു വരികയാണ് എന്ന വിവരം ലഭിക്കുന്നു. എന്നാൽ പോലീസ് ഇക്കാര്യങ്ങളൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി പറയാൻ കഴിയുകയുള്ളൂ എന്ന് പോലീസ് ഈ ഘട്ടത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതേസമയം മാലിപ്പാറ സ്വദേശിയായ ഈ യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത വിവരങ്ങൾ ചോദ്യം ചെയ്തു വരികയാണ്. യുവതിയെ അല്പനേരം മുമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു, കോതമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദിവ്യ, ശരി.